നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ മസാല ഡ്രൈ ഫ്രൈ ആണ്. ചെമ്മീൻ റോസ്റ്റിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ വലിയ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ചെമ്മീനാണോന്നൊരു നിർബന്ധമില്ല. ചെറിയ ചെമ്മീനാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ അല്പം മാത്രം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോവില്ല. ഒരു 2 നുള്ളു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മസാല തയ്യാറാക്കാൻ നേരത്ത് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ വീണ്ടും ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ചെമ്മീനിൽ പിടിക്കട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില കുറച്ച് നനവുള്ള കാരണം നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ വേപ്പില ആദ്യം തന്നെ ഇടണമെന്നില്ല കേട്ടോ. ചെമ്മീൻ ഇട്ടാലും മതി. വേപ്പിലയുടെ മണവും ടേസ്റ്റൊക്കെ ചെമ്മീനിൽ പിടിച്ചോളും. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ചുങ്ങുമ്പോൾ നമുക്കത് മറിച്ചിടാൻ എളുപ്പമായിരിക്കും. ഒന്ന് വേകുമ്പോൾ ഇതൊന്ന് ചുങ്ങി വരും, ചെറുതായി വരും ചെമ്മീൻ. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 പുറം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ 2 പുറവും ഏതാണ്ട് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ചെമ്മീൻ വെന്തില്ല അല്ലെങ്കിൽ മൊരിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ചെറിയ ചെമ്മീനാണെങ്കിൽ ഇതുപോലെയല്ല, നമുക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. മറിച്ചിടണമെന്നില്ല. ഇപ്പോൾ വലുതായത് കാരണം നമുക്ക് മറിച്ചിടാൻ പ്രയാസമില്ലാത്ത കാരണം അത് മറിച്ചിട്ട് 2 പുറം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ സെയിം പാനിൽ ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതായത് ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പേസ്റ്റ് ആയാലും മതി. ഇതിപ്പോൾ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് നമുക്കൊരു സവാള, വലിയ സവാളയാണ്, ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് പെട്ടെന്ന് അപ്പം സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നോളും. ഇപ്പം സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കൊരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. അതൊരു ചെറിയ തക്കാളി, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അത് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകണം. അപ്പോൾ അല്പം നേരം കൂടി വഴറ്റിയിട്ട് നമുക്കിനി പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മതി. തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവുള്ള ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കുരുമുളക് പൊടി വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം എരിവ് വല്ലാണ്ട് കൂടിപ്പോകും. അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അല്പം മാത്രം ചേർത്ത് എടുത്തിട്ടുള്ളൂ. ഇത്രയും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഫെന്നൽ സീഡ്സ്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കുരുമുളകൊക്കെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. അപ്പോൾ അല്പം നേരം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറന്നു പോകല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ 1-2 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്